നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിക്ടർ റോക്കിൻ്റെ അനുഭവം FC ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ബ്രസീലിയൻ യുവ സൂപ്പർ താരങ്ങൾക്കൊരു പാഠമാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ബ്രസീലിയൻ ഫുട്ബോൾ ഉറ്റുനോക്കിയൊരു താരമാണ് വിക്ടർ റോക്ക്. അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള കോളപ്പ് പോലും ലഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബാഴ്സലോണ താരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതും അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് ചേക്കേറുന്നതും. അവിടെ ചെന്നിട്ട് അവിടുത്തെ കോച്ച് ചാവി ഹെർണാണ്ടസ് അദ്ദേഹത്തെ കളിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പൊസിഷനിലായിരുന്നില്ല. വിങ്ങറായിട്ട് കളിപ്പിച്ചു. ഫ്ലിക്കും വിങ്ങറായിട്ട് കളിപ്പിക്കുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ചില ഘട്ടങ്ങളിൽ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിട്ടുണ്ടില്ലെന്നല്ല. ഒരിക്കലും വിക്ടർ റോക്കിനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ കളിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്നതും അതിനുള്ള അവസരങ്ങൾ മിനിറ്റുകൾ വളരെ ശുഷ്കമാണ്. അതൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവസാനം അദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളത്. സോ അദ്ദേഹം എങ്ങോട്ട് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചില ഇംഗ്ലീഷ് ക്ലബ്ബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട്, അതേസമയം പോർച്ചുഗീസ് ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നു. ഇപ്പോൾ ഇവാൻ നിൽസനെ പോർട്ടോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് കൈമാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ പോർട്ടോ താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് പോസിറ്റീവായിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് യഥാർത്ഥത്തിൽ വിക്ടർ റോക്കിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ഡെക്കോയുടെ നേരേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ ഈവൻ ബാഴ്സ ആരാധകർ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, വിക്ടർ റോക്ക് തൻ്റെ ചെറിയ പ്രായത്തിൽ ബ്രസീലിൽ മികച്ച പ്രകടനം നടത്തുന്നു. ബ്രസീലുകാരൻ കൂടിയാണ് ഡെക്കോ. അദ്ദേഹം കളിച്ചത് പോർച്ചുഗലിലാണ്, ശരിയാണ്. പക്ഷേ ബ്രസീലിൽ ജനിച്ച് ബ്രസീലിൽ വളർന്ന് ബ്രസീലുകാരനായിട്ടുള്ള ഡെക്കോ അദ്ദേഹം ബ്രസീലിൽ നിന്നുള്ളൊരു യുവതാരത്തെ ബാഴ്സലോണയിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് താരം അങ്ങോട്ടേക്ക് വിമാനം കയറുന്നതും. കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലേ ഉള്ള ഒരു സ്വപ്നമാണ്. കാരണം റൊണാൾഡിനോ ഒക്കെ കളിച്ച ക്ലബ്ബാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത് വിക്ടർ റോക്കിൻ്റെ ഒരു സ്വപ്നവും കൂടിയാണ്. അദ്ദേഹം അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. എന്നിട്ടുണ്ടായത് ആകെ 353 മിനിറ്റ് അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം കൊടുത്തു. 2 ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു. പിന്നീട് ഒരു ഓപ്പർച്യൂണിറ്റിയും ലഭിക്കാതിരിക്കുന്ന വിക്ടർ റോക്കിനെയാണ് നമ്മൾ ചാവി ഹെർണാണ്ടസിൻ്റെ കീഴിൽ കണ്ടത്. യഥാർത്ഥത്തിൽ അത്ലറ്റിക്കോ പാരനൈസിൽ നിന്ന് 30 മില്യൺ യൂറോ ഫിക്സഡും 31 യൂറോ വേരിയബിൾസ് ആയിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട കാലയളവിലേക്ക് സൈൻ ചെയ്തതാണ് വിക്ടർ റോക്കിനെ. 2024 ജൂണിൽ, അതായത് ഇപ്പോൾ ഈ സമയത്തേക്ക് അദ്ദേഹത്തെ അനൗൺസ് ചെയ്യുമെന്ന രൂപത്തിലാണ് അന്ന് കാര്യങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഗവിക്ക് ഇഞ്ചുറി പറ്റിയതും മറ്റുമൊക്കെയായിട്ട് കണക്കാക്കിയപ്പോൾ ജനുവരി 2023 തന്നെ ചാവി ഹെർണാണ്ടസിൻ്റെ കീഴിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിൽ താല്പര്യം ഉന്നയിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ചാവി ഹെർണാണ്ടസിൻ്റെ കീഴിലുള്ള ടീമിനെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് വിക്ടർ റോക്കിനെ ബാഴ്സലോണ നേരത്തെ ടൈഗ്രിഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തത്. നോക്കുക, അദ്ദേഹം ആ ഒരു സമയത്ത് ബ്രസീലിയൻ ലീഗിൽ 45 ഗെയിമുകളിൽ നിന്ന് 21 ഗോളുകൾ, ദേശീയ ടീമിൽ അവസരമൊക്കെ ലഭിച്ചു നിൽക്കുന്നു. അങ്ങനെ ബ്രസീലിൻ്റെ ഭാവി സ്ട്രൈക്കർ എന്നുള്ള പേരിലൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം കാര്യങ്ങൾ ആ രൂപത്തിലല്ല മുന്നോട്ട് പോയത്. വേണ്ട വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ വരിക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ പുറകോട്ട് പോവുകയും ചെയ്തു. ഒടുവിൽ ചാവി ഹെർണാണ്ടസ് പുറത്തേക്കെത്തുന്ന അവസരം വരെയുണ്ടായി. ചാവി ഹെർണാണ്ടസ് പുറത്തുപോയി. അതിന് വിക്ടർ റോക്കിൻ്റെ കാര്യം കൂടി ഒരു കാരണമാണ് എന്ന് അന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ബാഴ്സലോണ ഒരു താരത്തെ സ്വന്തമാക്കുന്നു, അത് 30 മില്യൺ യൂറോ കൊടുക്കുന്നു, 31 മില്യൺ യൂറോ വേരിയബിൾസ് ആയിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള താരത്തെ 6 മാസം മാത്രം ടീമിൽ വെച്ചിട്ട് മറിച്ച് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് മാറ്റാൻ വേണ്ടി അവർ നിൽക്കുമ്പോൾ എന്തിനായിരുന്നു ഈ ട്രാൻസ്ഫർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ താരം തങ്ങളുടെ ഫിലോസഫിയിൽ ഫിറ്റ് ആവില്ലേ എന്ന് പോലും നോക്കാതെ എന്തിനാണ് ഇത്ര വലിയ ഒരു തുക ചെലവഴിച്ചത് എന്ന ചോദ്യം വരുമ്പോൾ ഡെക്കോയുടെ നേർക്കാണ് പലരും വിരൽ ചൂണ്ടുന്നത്. ഡെക്കോ ആ ഒരു സമയത്ത് വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് വിക്ടർ റോക്കിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അതേ ഡെക്കോ തന്നെ പറയുന്നു, കോച്ചിൻ്റെ തീരുമാനങ്ങളിൽ എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത്.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശരിയാണ്, പ്ലേയിങ് 11-ൽ ആരെ ഉൾപ്പെടുത്തണം, ആ ചോദ്യത്തിന് ഉത്തരം നൽകിയ കോച്ചാണ്. ഡെക്കോക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, അദ്ദേഹം സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. പക്ഷേ ഡെക്കോയാണ് അവരുടെ സ്ക്വാഡ് എങ്ങനെയാവണം എന്ന് തീരുമാനിക്കപ്പെടേണ്ട സ്പോർട്ടിംഗ് ഡയറക്ടർ. ടീമിൻ്റെ അസറ്റുകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് കോച്ചിനോട് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അതുപോലും സംഭവിക്കുന്നില്ല. പക്ഷേ പകരം വിക്ടർ റോക്കിനോട് അവിടെ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടികെട്ടാനുള്ള സൂചനയാണ് ഡെക്കോ കൊടുത്തിരിക്കുന്നത് എന്നുള്ളിടത്ത് ഡെക്കോ ഒരു പരാജയമാകുന്നുവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ടീമിൻ്റെ ഡയറക്ടറായിട്ട് വന്നിട്ട് വലിയൊരു തുകയ്ക്ക് ഒരു താരത്തെ കൊണ്ടുവന്നിട്ട്, ഒരു യുവതാരത്തെ കൊണ്ടുവന്നിട്ട് ഈ രൂപത്തിൽ ഫെയിലിയർ ആകുമ്പോൾ ഡെക്കോയുടെ ആ ഒരു കേപ്പബിലിറ്റിയിൽ പോലും ചോദ്യമുയരുന്നു എന്നാണ് ഇപ്പോൾ പല സ്പാനിഷ് മാധ്യമങ്ങളും സൂചിപ്പിക്കുന്നത്. എന്തായാലും വിക്ടർ റോക്കിൻ്റെ കാര്യം ബ്രസീലിയൻ യുവതാരങ്ങൾക്ക്, ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ബ്രസീലിയൻ യുവതാരങ്ങൾക്ക് ഒരു പാഠമാണ്. അതേസമയം മറുഭാഗത്ത് വിനി ജൂനിയർ എങ്ങനെയാണ് റയലിലെത്തിയതെന്നും അവിടെ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് വളർന്നു വന്ന് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് ആയതെന്നും ഒക്കെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പോൾ എൻട്രിക്കിൻ്റെ കാര്യത്തിലും നിലവിൽ അവർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അതേ സമയത്താണ് മറുഭാഗത്ത് വിക്ടർ റോക്കിന് ഇത് സംഭവിക്കുന്നത്. എന്തായാലും വിക്ടർ റോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറുകയാണോ അതല്ല പോർച്ചുഗീസ് ലീഗിലേക്ക് ചേക്കേറുകയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം താരത്തിന് FC പോർട്ടോ പോലുള്ളൊരു ക്ലബ്ബിലേക്ക് എത്തുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഓൾറെഡി അവിടെ ക്ലബ്ബിൽ ബ്രസീലുകാരുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കാനും കഴിയും. അതെല്ലാം കൂടിയാകുമ്പോൾ പതിയെ തൻ്റെ പഴയ മികവിലേക്ക് അദ്ദേഹത്തിന് തിരികെ എത്താൻ പറ്റും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. എന്തായാലും ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. അദ്ദേഹം കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് അതൊരു ദുരന്തമായിട്ട്, നൈറ്റ് മെയറായിട്ട്, ദുസ്വപ്നമായിട്ട് മാറുന്ന ഒരവസ്ഥ ഒരു ചെറിയ പ്രായത്തിലുള്ള പയ്യൻ, 19-കാരൻ പയ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.